പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ദാ 2 ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിതാ ഏത്തക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി പഴയ കാല റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതിപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവോന്ന് എനിക്കറിയില്ല. പഴയ ആൾക്കാരുടെ മെയിനായിട്ടുള്ള ഒരു രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ ആയിട്ടുള്ള ഒരു വിശപ്പ് മാറാനായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഭക്ഷണമായിരുന്നു നമ്മുടെ ഏത്തക്കായ, പച്ച ഏത്തക്കായ പുഴുങ്ങിയത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആൾക്കാരൊക്കെ എന്താണ് പട്ടിണിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവരൊക്കെ ഇങ്ങനെ ഏത്തക്കായൊക്കെ പുഴുങ്ങിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും ഇന്ന് നമുക്ക് പട്ടിണി കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇറങ്ങി ചെന്ന് നമ്മൾ ആ പഴയകാല രുചിയൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. 2 ഏത്തക്കായുടെ തൊലിയൊക്കെ ഒരുവിധം ചെറുതായി ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഏത്തക്കായ്ക്ക് കറയുള്ളത് കൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കറിനകത്തിട്ടാലും വേറെ പാത്രത്തിലിട്ട് ഏത്തക്കായ പുഴുങ്ങിയാലും ആ പാത്രത്തിനൊക്കെ ഒരു കളർ വരും കേട്ടോ, ഏത്തക്കായുടെ കറ വരുവേ. അപ്പം ഈ മൺചട്ടിയിൽ വേവിക്കുവാണെങ്കിൽ ആ ഒരു കറ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മൺചട്ടിയിൽ തന്നെ ഏത്തക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഏത്തക്കായൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് ഉപ്പും കൂടെ വേവാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ഉപ്പൊക്കെ ഇട്ടൊന്ന് അടച്ച് വെച്ചു കേട്ടോ. അടച്ച് വെച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഒന്ന് കമ്പൗണ്ട് നമ്മുടെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല മൂത്ത ഏത്തക്കായ ആകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്, ചേമ്പ് പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്, കാച്ചിൽ പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പച്ച ഏത്തക്കായ പുഴുങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടോ? അപ്പം ഞാനിതുപോലെ എൻ്റെ കുഞ്ഞിലെയൊക്കെ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും എനിക്കൊരാഗ്രഹം ഇതുപോലെ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഉണ്ടാക്കുന്നതെന്ന വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കായൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത കായയിലെ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഴുങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മുളക് ചമ്മന്തിയും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. കാന്താരി ചമ്മന്തിയും കായൊക്കെയാണ് നല്ല ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് വെച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിതാ കാന്താരിക്ക് പകരം പച്ചമുളക് ചമ്മന്തിയും പുഴുങ്ങിയതും കൂടിയാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.